അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ പുലിയെ മരത്തെ കിടക്കുന്ന കണ്ടു കേട്ടോ. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഒരെണ്ണമല്ല രണ്ടെണ്ണം ഉണ്ട്. ഒരെണ്ണത്തിൻ്റെ വാല് നോക്കി കാണാം, രണ്ടും നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നേ. 30ഓളം കാട്ടുപോത്തുകളുണ്ട് കേട്ടോ. പതിയെ ഒരു റോഡ് ക്രോസ് ചെയ്യുവാണ്. ഒരു ഭീകരം കരടിയെ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. അവനങ്ങനെ ചെതൽ തപ്പി നടക്കുവാണെന്ന് തോന്നുന്നു കേട്ടോ. ആനകൾ നിരന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ റോഡിൽ കൂടെ വരുമ്പോഴത്തേന് ഇതാ റോഡിൽ കൂടെ വേറൊരുത്തൻ നടന്നു വരുന്നത്. എന്നെ സൈസാണെന്ന് നോക്കി. അങ്ങനെ നമ്മുടെ യാത്രയുടെ അവസാന നിമിഷം നമുക്ക് കടുവയും കൂടെ കിട്ടിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കരടി, പുലി, കടുവ എല്ലാം തന്നെ. കരടിമീൽ എന്ന് പറയുന്ന കടുവയാണ്. ഹലോ ഫ്രണ്ട്സ്, വണ്ടർലസ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഏറെ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് ഇവിടെ നമ്മൾ സ്റ്റേ എടുക്കുകയാണ്. ഫോറസ്റ്റിൻ്റെ അണ്ടറിലുള്ള സ്റ്റേകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. കുറേയധികം കോട്ടേജസ് ഉണ്ട്. നമ്മളിന്ന് ബുക്ക് ചെയ്തിട്ടുള്ളത് വനശ്രീ എന്ന് പറയുന്ന കോട്ടേജാണ്. അതാണ് മുൻപിൽ കാണുന്നത്. സാധാ ഒരു കോട്ടേജാണ്. ഒരു റൂമിൽ 3 പേർക്ക് സ്റ്റേ ചെയ്യാം. 2 പേർക്ക് 2500 രൂപയാണ് റേറ്റ് വരുന്നത്. എക്സ്ട്രാ ബെഡിന് 610 രൂപയും. കുറച്ചുകൂടെ ലക്ഷറി ആയിട്ടുള്ള കോട്ടേജസ് ഒക്കെ അവൈലബിൾ ആണ്. ഇന്ന് നമ്മളിവിടെ സ്റ്റേ എടുക്കാനുള്ള കാരണം ഇതിനകത്ത് പുലിയും ആനയൊക്കെ വരാറുണ്ട്. സോ നമുക്ക് കാണാൻ പറ്റുമോ നോക്കണം. അതുതന്നെയല്ല, നമുക്ക് സഫാരിയും കൂടെ എടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ റേറ്റ് കുറഞ്ഞ് സ്റ്റേ ചെയ്യുകയും ചെയ്യാം, ഒപ്പം തന്നെ സഫാരി എടുക്കാം. അങ്ങനെ നമ്മുടെ ലഗേജൊക്കെ റൂമിനുള്ളിൽ വെച്ചിട്ട് സഫാരി ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഇതിനകത്ത് വേറെ റൂമുകളുണ്ട്. വനശ്രീ 1, 2 അങ്ങനെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. അവിടെ വേറെ ഗസ്റ്റുകളുണ്ട്. 2 മലയാളികളാണ് കേട്ടോ, 2 പയ്യന്മാരാണ്. സോ നമുക്ക് അവരെയും കൂട്ടിയിട്ട് പതിയെ സഫാരിക്ക് പോകാം. അങ്ങനെ നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ മഴയൊക്കെ കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ കാട് നല്ല പച്ചപ്പിലാണ്, കാണാൻ നല്ല ഭംഗിയാണ്. 4 മണിക്കൂറാണ് ഇന്ന് നമ്മൾ ഈ ഒരു കാടിനുള്ളിൽ സ്പെൻഡ് ചെയ്യുന്നത്. എങ്ങനെ 4 മണിക്കൂർ സഫാരി എടുക്കാമെന്നൊക്കെ വഴിയെ പറഞ്ഞു തരാവേ. നല്ല പച്ചപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആനകളെ കാണാൻ പറ്റിയാൽ അത് കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. ആനകളെ മാത്രമല്ല, വൈൽഡ് ആനിമൽസിനെല്ലാം പച്ചപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ നല്ല ഭംഗിയാണ്. അത് നമ്മൾ കാട്ടിൽ തന്നെ പോയി കാണണം, എന്നാലേ ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ. എന്ത് ഭംഗിയല്ലേ കാട് കാണാനായിട്ട്. എത്രയും പച്ചപ്പിൽ ആദ്യമായിട്ടാണ് കേട്ടോ ബന്ദിപ്പൂരിലേക്ക് വരുന്നത്. സാധാരണ ആനിമൽ സൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഏകദേശം കാട് ഉണങ്ങിത്തുടങ്ങുന്ന സമയങ്ങളിലാണ് എത്താറുള്ളത്. പക്ഷെ നോക്കി എന്ത് ഭംഗിയാണ്. ഒരു കൂട്ടം കാട്ടുപോത്തുകൾ നമ്മൾ പോകുന്ന പാത്തിനോട് ചേർന്ന് നിന്ന് മേയുന്നുണ്ട്. വലിയൊരു കൂട്ടമാണ്, 30-ന് മേളിലെ കാട്ടുപോത്തുകളുണ്ടെന്ന് തോന്നുന്നു. കൂട്ടത്തിലെ ലീഡർ ഇതാ ഈ പോകുന്ന ആളാണ്. അവനാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും സൈസ് കൂടിയ മെയിൽ. എന്നാ സൈസാണെന്ന് നോക്കി. കാട്ടിലെ മസിലളിയന്മാരാണ് കേട്ടോ കാട്ടുപോത്തുകളുടെ മെയിലുകൾ. സഫാരി വണ്ടികൾ കണ്ട് പരിചയമായതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള പേടിയൊന്നും ഇവർക്കില്ല കേട്ടോ. വണ്ടിയോട് ചേർന്ന് നിന്ന് തന്നെയാണ് മെയ്യുന്നതൊക്കെ. കുറേ നേരമായിട്ടിതാ ഇയാൾ നമ്മളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. എന്താണ് നമ്മുടെ ഉദ്ദേശം എന്നുള്ള രീതിയിലായിരിക്കും കേട്ടോ. മെയിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ കാട്ടിക്കൂടെ അങ്ങനെ മതിച്ചു നടക്കുവാണ്. ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ കുറച്ച് മാറിയിട്ടാണ് നിൽക്കുന്നത്. മെയിൽ പതിയെ മേഞ്ഞ് അവരുടെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത്. അവൻ്റെ ദേഹത്ത് ലൈറ്റ് അടിക്കുമ്പോൾ തിളങ്ങുന്നുണ്ടോ, എന്നാ മസിലുകളല്ലേ. ഈ മാനുകളെയും മ്ലാവുകളെയൊക്കെ അപേക്ഷിച്ച് കടുവകൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് കാട്ടുപോത്തുകളെയാണ്. കാര്യം ഒരു ഹണ്ടിൽ അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കിട്ടും. ഇവരുടെ ഹണ്ടിങ് സക്സസ് റേറ്റ് വളരെ കുറവാണല്ലോ. അതുകൊണ്ട് തന്നെ ഏറ്റവും ക്വാണ്ടിറ്റിയിൽ ഫുഡ് കിട്ടുന്ന രീതിയിലായിരിക്കും അവർ ഹണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെ കുറേ സമയം ഞങ്ങളിതാ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നു. കാര്യം എന്താ, ഈ കാണാൻ പോകുന്ന ഒരു വിഷ്വലിന് വേണ്ടിയിട്ടാണ്. ഇവർ റോഡ് ക്രോസ് ചെയ്യുമെന്ന് ഉറപ്പായിരുന്നു. റോഡിനോട് ചേർന്ന് നിന്ന് മേഞ്ഞത് കൊണ്ട് തന്നെ പതിയെ അവർ റോഡ് ക്രോസ് ചെയ്യുമെന്ന് ഉറപ്പായിരുന്നേ. അങ്ങനെ അവർ റോഡ് ക്രോസ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ആനിമൽസ് റോഡ് ക്രോസ് ചെയ്യുന്നത് കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. അത് ചെറിയ മൃഗമോ വലിയതോ ആയിക്കോട്ടെ, അത് കണ്ടിരിക്കാനൊരു രസം തന്നെയാണ്.
പുൽമേടുകളുള്ള ഏത് കാട്ടിൽ ചെന്നാലും നമുക്ക് കാണാൻ പറ്റുന്ന പുള്ളിമാനുകൾ ഇതാ ഇവിടെയുണ്ട്. ബന്ദിപ്പൂരിലും കബനിയിലുമൊക്കെ മാനുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇവർ പ്രധാനമായിട്ടും ഇരകളാകുന്നത് വൈൽഡ് ഡോഗ്സിനാണ്, അതുപോലെ തന്നെ പുള്ളിപ്പുലികൾക്കും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കടുവകൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് വലിയ മൃഗങ്ങളെയാണ്. എന്നാലും ഇവരെ പിടിക്കില്ല എന്നല്ല, ഇവരെയും പിടിക്കുവേ. പക്ഷേ പുലികളും അതുപോലെ തന്നെ വൈൽഡ് ഡോഗ്സിൻ്റെ പായ്ക്കുമാണ് ഇവരെ കൂടുതലും ഇരയാക്കുന്നത്. പുലികൾക്ക് വളരെ ഈസി ആയിട്ട് ഇവരെ മരത്തിന് മുകളിലേക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വൈൽഡ് ഡോഗ്സിനാണേലും പെട്ടെന്ന് ഇവരെ ഹണ്ട് ചെയ്യാനായിട്ട് പറ്റുവേ. ഒരു കൂട്ടം ആനകളെ പല സ്ഥലങ്ങളിലായിട്ട് ചിന്നിച്ചിതറി നിൽക്കുകയാണ്. ദൂരെ നിന്നൊരു ആന നടന്നു വരുന്നുണ്ട്. ഇതുണ്ടോ, ആൾ പതിയെ ഈ ഒരു കൂട്ടത്തിലേക്ക് വന്ന് ചേരാൻ വേണ്ടിയിട്ട് വരുവാണ്. നല്ല രസമുണ്ടായിരുന്നു ആളുടെ കുടുങ്ങിയുള്ള നടത്തം. പക്ഷേ വണ്ടി കുറച്ചുകൂടെ മുമ്പിലേക്ക് എടുത്തപ്പോഴത്തേന് ആ വിഷ്വൽ ഷേക്കായിപ്പോയി. എന്താണേലും പതിയെ പുള്ളിക്കാരിയും വന്നത് ഈ ഒരു ഗ്രൂപ്പിലേക്ക് ചേർന്ന്. ഇതിൽ വളരെ ചെറിയ ആനകളില്ല, അതുകൊണ്ട് തന്നെ ഒരു കാര്യമായിട്ടുള്ള അഗ്രസീവ് മോഡിലൊന്നും ആയിരിക്കില്ല കേട്ടോ. കുട്ടിയാനകളുള്ള സമയത്ത് നല്ല രീതിയിൽ ഇവർ അഗ്രസീവായിരിക്കും. എങ്ങനെയും അവർ കുട്ടിയാനകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഇതിലായിരിക്കും. എല്ലാം ഫീമെയിൽസാണ്. ഓക്കെ, ഇതാണ് കേട്ടോ ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ആന. പക്ഷേ ആൾ കുറച്ച് വലിപ്പമുള്ളതാണ്. എന്താണെങ്കിലും അവർ വളരെ കാമായിട്ട് നിന്ന് അവരുടെ ഫുഡ് കഴിക്കുകയാണ്. ഇവരുടെ ഒരു ദിവസത്തിൻ്റെ 3/4% ഫുഡ് കഴിച്ചാണ് കേട്ടോ തീരുന്നത്. പച്ചപ്പിൽ കാടിനൊരു രക്ഷയില്ലാത്ത ഭംഗിയാണ് കേട്ടോ. അതിങ്ങനെ ആസ്വദിച്ച് മതിമറന്ന് അതിൽ ലയിച്ചങ്ങനെ പോകണം. എന്ത് രസമാണെന്ന് നോക്കി. തൊട്ട് മുമ്പിൽ അപ്രതീക്ഷിതമായിട്ട് വന്നതാണ് കേട്ടോ. പുള്ളിയും റോഡിൽ കൂടെ നടന്നു വരുമായിരുന്നു, നമ്മളും റോഡിൽ കൂടെ വരുമായിരുന്നു. നല്ല അജാനുഭാവമായിട്ടൊരു കരടി അമ്പു പോയി. കരടിയെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേനാണ് പുലിയുടെ സൈറ്റിംഗ് ഉണ്ടായെന്ന് പറഞ്ഞ് ഡ്രൈവർക്ക് കോള് കിട്ടിയത്. പെട്ടെന്ന് വണ്ടി എടുത്ത് അങ്ങോട്ടേക്ക് പോവുകയാണ്. ബന്ദിപ്പൂരിൽ ഞാനിതുവരെ പുലിയെ കണ്ടിട്ടില്ല. ഇത്തവണ നമുക്ക് കാണാൻ പറ്റുമോ നോക്കാം. കുറച്ച് ദൂരത്തിലാണ്, സോ എത്തുമ്പോൾ പോകുമെന്നറിയില്ല. മരത്തേലാണെന്നാണ് കേട്ടോ പറഞ്ഞത്. പക്ഷേ എന്താ കഷ്ടമല്ലേ, നമ്മൾ ചെന്നപ്പോഴത്തേന് പുള്ളി ഇറങ്ങിപ്പോയി കേട്ടോ. ചെറിയൊരു വിഷ്വൽ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. ആദ്യമായിട്ട് ബന്ദിപ്പൂർ പുലിയെ കണ്ടതായിരുന്നേ. എനിക്ക് ഈ ഒരു സെർപ്പൻറ്റുകൾ നിലത്തിറങ്ങിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? പുള്ളി ചെതിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിലത്തിറങ്ങി വന്നിരിക്കുന്നത്. വണ്ടി വന്നപ്പോഴത്തേന് പുള്ളി അനങ്ങാതെ അങ്ങനെ ഇരിക്കുവാണേ. നമുക്ക് ഈ തവണ കിട്ടിയ ഡ്രൈവർ അടിപൊളിയാണ്. കാര്യം പുള്ളി നമ്മൾ പോയിട്ടില്ലാത്ത വഴി കൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡ് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ആഴ്ചകളായി കേട്ടോ ഇതിൽ വാഹനങ്ങൾ പോയിട്ട്. ഇതുണ്ട്, ഇവിടെ ഒരു കൂട്ടം ബട്ടർഫ്ലൈസ് ഉണ്ട്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ബട്ടർഫ്ലൈസ് ആണ്. അവരിങ്ങനെ പറന്ന് നടക്കുന്ന കാണാൻ നല്ല രസമാണ്. ഈ ഒരു മയിലിന് ചുറ്റി ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു. പക്ഷെ വണ്ടി വന്ന് നിന്നപ്പോഴത്തേന് അവരെല്ലാം പല സ്ഥലത്തേക്ക് പറന്നു പോയേ. എന്നാലും കാണാൻ നല്ല ഭംഗിയാണ്. ഒരു ഏരിയ കംപ്ലീറ്റ് ബട്ടർഫ്ലൈസ് ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. ഓഹോ, എന്നാ ഭംഗിയല്ല കാണാനായിട്ട്. കാടിൻ്റെ ആ ഒരു വന്യത ഉണ്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വേറെ റൂട്ട് പിടിച്ചാണ് വരുന്നതെന്നുള്ളത്. ശരിക്കും ഇത് പാത്ത് തന്നെയാണ് കേട്ടോ. പക്ഷേ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ അധികം വണ്ടികൾ ഇപ്പോൾ ഈ റൂട്ട് വരാത്തതാണ്. വീണ്ടും നമുക്ക് കരടിയെ കാണാൻ സാധിച്ച്. വണ്ടി വന്നൊന്നും ആളറിഞ്ഞിട്ടില്ല കേട്ടോ. തീറ്റ തപ്പിയെടുക്കുന്ന തിരക്കിലാണ്. ചെതലുപിടുത്തമാണെന്ന് തോന്നി. ഇപ്പോഴാണ് കേട്ടോ ആൾ ശരിക്കും ഞങ്ങളെ കണ്ടതേ പുള്ളി പതിയെ തിരിഞ്ഞ് കാടിനുള്ളിലേക്ക് പോവാണ്. ആളതാ പതിയെ കാടിനുള്ളിലേക്ക് പോവാണേ. കയറിപ്പോയി. ബന്ദിപ്പൂർ ആക്ച്വലി 2 മണിക്കൂർ ജിപ്സി സഫാരിയും അതുപോലെ തന്നെ ക്യാമ്പർ സഫാരിയുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് 2 മണിക്കൂർ വീതമുള്ള 2 സഫാരികൾ ഒരുമിച്ചെടുത്തിട്ടാണ് കേട്ടോ 4 മണിക്കൂർ നമ്മൾ കാടിനുള്ളിലേക്ക് പോകുന്നത്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ച് നമ്മൾ പുറത്തിറങ്ങണ്ട, കാടിനുള്ളിൽ തന്നെ നമുക്ക് കറങ്ങാനായിട്ട് പറ്റും. പക്ഷേ എപ്പോഴും അങ്ങനെ കിട്ടണമെന്നില്ല കേട്ടോ. ഒരു കൂട്ടം മ്ലാവുകളെ, ഒരു കൂട്ടമെന്ന് പറയാൻ പറ്റില്ല, 3 എണ്ണമേ ഉള്ളൂ.
അവരങ്ങനെ റോഡിനോട് ചേർന്ന് നിന്ന് വെള്ളം കുടിക്കുകയും മേയുമൊക്കെ ചെയ്യുവാണ്. അവരുടെ കളർ ശ്രദ്ധിച്ചോ, കുറച്ച് ഡാർക്ക്നെസ് കൂടുതലാണ്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ നിർത്തി അവരെ വീഡിയോ എടുക്കുന്നത്. മൂന്ന് പേരും മെയിലാണ്. ഇതിൽ ശ്രദ്ധിച്ചാലും ഒരാൾക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കൊമ്പുണ്ട്, ഒരാളുടെ ഒരു കൊമ്പ് വളർന്നു വരുന്നതേ ഉള്ളൂ. മറ്റേ ആളുടെ, അതായത് നമ്മൾ ആദ്യം കണ്ട ആളുടെ 2 കൊമ്പുകളും പോയിട്ട് പതിയെ വളർന്നു വരുന്ന ഒരു സ്റ്റേജിലാണ്. അങ്ങനെ 3 പേരുടെയും കൊമ്പുകൾക്ക് ചില ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇതാ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഓക്കെ അങ്ങനോട് പോയേക്കാം. ഒരു കൂട്ടം യെല്ലോ ഫൂട്ടഡ് ഗ്രീൻ പീച്ച്, നമ്മളിപ്പം മ്ലാവുകളെ കണ്ടില്ലേ, അതിന് തൊട്ടപ്പുറയാണ് കേട്ടോ ഇവരിരുന്നത്. പക്ഷേ ആദ്യമേ ശ്രദ്ധിച്ചില്ല. ഇവർ മണ്ണിൽ നിന്ന് എന്തൊക്കെയോ എടുത്ത് കഴിക്കുവാണ്. എനിക്ക് ഒരു കൂട്ടമുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറന്നു വരുന്നുണ്ട്. നല്ല ഭംഗിയല്ലേ ഇവരെ കാണാനായിട്ട്. ഇവരുടെ കാലിൻ്റെ ആ ഒരു മഞ്ഞ കളറൊക്കെ വെച്ചിട്ടാണെന്ന് തോന്നുന്നു യെല്ലോ ഫൂട്ടഡ് ഗ്രീൻ പീച്ച് എന്നുള്ള പേര് വന്നിരിക്കുന്നത്. എന്താണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പറേ മാറി 2 തത്തകളുണ്ട് കേട്ടോ. അവരും അവർക്ക് ആവശ്യമുള്ളതൊക്കെ പറിച്ച് കഴിക്കുന്ന തിരക്കിലാണ്. നമ്മൾ ഈ സഫാരി പോകുന്നത് ശരിക്കും സഫാരി സെൻറ്ററിൽ നിന്നല്ല, നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തുനിന്ന് തന്നെ വണ്ടി എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. ഇത് എല്ലാ സമയത്തും കിട്ടണമെന്നില്ല. ഇനി ഉണ്ടേ തന്നെ മലയാളികളാണ്, കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്താണേലും നമുക്ക് ഭാഗ്യം പോലെ വണ്ടി കിട്ടി. അങ്ങനെ സെയിം റേറ്റ്, അതായത് സഫാരി സെൻറ്ററിൽ കൊടുക്കുന്ന സെയിം റേറ്റ് തന്നെ കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സഫാരി എടുത്തിരിക്കുന്നത്. വഴിക്കലൊരു മരം മറിഞ്ഞ് കിടക്കുന്നു. ദാണ്ട് നമുക്ക് വീണ്ടും ആനക്കൂട്ടത്തെ കാണാം. ഒരു കൂട്ടമുണ്ട് കേട്ടോ. ഊഹു, എന്ത് കാഴ്ചയല്ലേ! ആഹാ, ഇവിടുത്തെ വണ്ടിക്കാരുടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവർക്ക് ആനകളെ ഒട്ടും പേടിയില്ല. ആനയുടെ കാലിൻ്റെ ചൂട്ടിക്കൊണ്ട് ഇവർ വണ്ടി നിർത്തി തരും. വണ്ടിയിലിരിക്കുന്ന ആൾക്കാർ പേടിക്കാതിരുന്നാൽ മതി. വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് അവർ. അതുകൊണ്ട് തന്നെ മോക്ക് ചാർജിങ്ങോ അല്ലെങ്കിൽ അറ്റാക്കോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ വളരെ പെട്ടെന്ന് തന്നെ വണ്ടി അവിടെ നിന്നും എസ്കേപ്പ് ആക്കും കേട്ടോ. നമുക്കിപ്പം തൊട്ടടുത്തായിട്ട് ഒരു ചെറിയൊരു ചാലുണ്ട്, അതിനപ്പുറമാണ് ആനകൾ നിൽക്കുന്നത്. ഈ ഫ്രണ്ടിൽ പോകുന്ന വലിയ ആനയുണ്ടല്ലോ, പുള്ളി പലതവണ മോക്ക് ചാർജിനുള്ള ശ്രമമൊക്കെ നടത്തിയെങ്കിലും ആ ചാല് കടന്നിട്ട് ഇപ്പുറത്തേക്ക് വരാൻ പറ്റില്ല. സോ പുള്ളി അവിടെ തന്നെ അങ്ങനെ നിന്ന് നമ്മളെ പേടിപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ കുട്ടിയാനെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രൂപ്പ് വളരെ അഗ്രസീവായിരിക്കും. ഇവരും വണ്ടികളെ കണ്ട് പരിചയമുള്ളതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. കൂട്ടത്തിൽ 2 കൊമ്പന്മാരുണ്ട്, നോക്കി, കുട്ടികളാണ്. എന്ന ഭംഗിയുള്ള കാഴ്ചയല്ലേ. ഇവരിങ്ങനെ കാട്ടിക്കൂടെ മതിച്ച് നടക്കുന്ന ഈ ഒരു കാഴ്ച കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, അതൊരിക്കലും ചെങ്ങലയിട്ട നമ്മുടെ നാട്ടിലെ ആനകളിൽ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റില്ല. ഇതുപോലെ മണിക്കൂറുകളോളം നടന്ന് അവർക്കിഷ്ടമുള്ളതൊക്കെ ഭക്ഷിച്ച് പോകുന്ന ഒരു ആനയാണ് ശരിക്കും ചെങ്ങലയൊക്കെ ആയിട്ട് നാട്ടിൽ നമ്മൾ കൊണ്ടു നടക്കുന്നതെന്ന് പറയാം. എന്താണേലും ഈ ഒരു ഭംഗി ഒരിക്കലും നമുക്ക് നാട്ടാനയിൽ കിട്ടില്ല. ഇതൊരു പ്രത്യേക ഫീല് തന്നെയാണ്. കാട്ടിൽ അവരുടെ ആവാസ വ്യവസ്ഥയിൽ അവരിങ്ങനെ സ്വാതന്ത്ര്യത്തോടെ നടക്കുന്ന കാണുന്നത്. തൊട്ടടുത്ത് നിൽക്കുന്നത്
ಗಂಜಿ ಕಟ್ಟೆ ಆಮೇಲೆ ಆಮಗಟ್ಟಿ ಕಟ್ಟೆ ಎಲ್ಲ മധുവാണ് കുറച്ച് ടെററാകാനുള്ള ശ്രമം നടത്തുകയാണ്. മധുവാണ്. പിന്നെ എടുക്കാൻ പറ്റില്ല. ആനക്കാഴ്ചകൾ എത്ര കണ്ടാലും മതിവരില്ല കേട്ടോ. അതിങ്ങനെ കണ്ടിരുന്നാൽ സമയം പോകുന്നതും അറിയത്തില്ല. പക്ഷേ നമുക്ക് ഇനി അധികം സമയം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട കാര്യം, നമുക്കിതൊരു നല്ല ബിഗ് ക്യാറ്റ് സൈറ്റിങ് കിട്ടിയിട്ടില്ല. ജസ്റ്റ് ഒരു പുലിയുടെ ചെറിയൊരു സൈറ്റിങ്ങാണ് കിട്ടിയത്. സോ നമുക്ക് ബാക്കി എന്തെങ്കിലും കിട്ടുമെന്ന് തേടി പോകാവേ. എന്താണേലും ഈ ഒരു യാത്ര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതുവരെ കാണാത്ത വഴികളിലൂടെയുള്ള യാത്രയാണ്. അതിനുള്ള സ്പെഷ്യൽ താങ്ക്സ് നമ്മുടെ ഡ്രൈവർ ചേട്ടനാണ്. മധു എന്ന് പറയുന്ന ആളാണ് കേട്ടോ ഡ്രൈവർ ചേട്ടൻ. എന്താണേലും പുള്ളി നമ്മളെ കാര്യമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ പുള്ളി ഇങ്ങനെയുള്ള റൂട്ടിൽ കൂടെ ഒക്കെ പോകുന്നത്. കുറേയധികം നാളുകളായി എന്നാണ് പറഞ്ഞത് ഇതിലെ വണ്ടി വന്നിട്ട്. അത് നമുക്ക് പോകുന്ന വഴിക്കൊക്കെയും കാണാനുണ്ടായിരുന്നു കേട്ടോ. പല സ്ഥലങ്ങളിലും മരങ്ങൾ മറിഞ്ഞൊക്കെ കിടക്കുമായിരുന്നു. പിന്നെ റൂട്ട് മാറ്റി അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഇപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണേലും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു യാത്രയിലൂടെ കിട്ടുന്നത്. അത് ആനിമൽ സൈറ്റിങ് മാത്രമല്ല കേട്ടോ, കാടിൻ്റെ ഒരു ഭംഗിയാണ് പറയുന്നത്. അപ്പോൾ ദാ വീണ്ടും നമുക്ക് മ്ലാവിൻകൂട്ടത്തെ കാണാം. കുറച്ചധികം മ്ലാവുകളുണ്ട് കേട്ടോ. വെള്ളം കുടിക്കാനായിട്ട് വന്ന് നിന്നാന്ന് തോന്നുന്നു. ഏകദേശം വൈകുന്നേരമായി തുടങ്ങി. അതുകൊണ്ട് തന്നെ ആനിമൽസൊക്കെ വാട്ടർ ബോഡിയുടെ അടുത്തേക്ക് വരും വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട്. സോ കൂടുതലും വാട്ടർ ബോഡികൾ ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ യാത്ര മുമ്പോട്ട് പോകുന്നത്. വീണ്ടും നമുക്ക് ലെപ്പേഡ് സൈറ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ മരത്തേലാണ് കേട്ടോ. സോ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇത്തവണ സൈറ്റിംഗ് വന്നിരിക്കുന്നത് റോഡ് സൈഡിൽ തന്നെയാണ്. അതായത് മെയിൻ റോഡിൻ്റെ സൈഡിലുള്ളൊരു മരത്തേലാണ് ലെപ്പേഡിനെ കണ്ടേക്കുന്നത്. സോ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇത്തവണയെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ നോക്കാം. ഇത് തൊട്ടടുത്താണെന്നാണ് കേട്ടോ പറഞ്ഞത്. കാരണം നമ്മൾ അധികം ദൂരമല്ല റോഡിൽ നിന്ന് ഇപ്പം നിൽക്കുന്ന സ്ഥലം. സോ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലാനായിട്ട് പറ്റുമേ. നല്ല ലോങ്ങിലാണ് കേട്ടോ ലെപ്പേഡ് ഇരിക്കുന്നത്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം മരത്തിൻ്റെ ഒരു ശിഖരത്തിൽ ആൾ വിശ്രമിക്കുകയാണ്. അങ്ങനെ ആദ്യമായിട്ട് നല്ല രീതിയിൽ നമുക്ക് ലെപ്പേഡിനെ മരത്തിന് മുകളിൽ കാണാൻ പറ്റി. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഒന്നല്ല 2 ലെപ്പേഡുണ്ട്. ഇത് ഇവിടെ സ്ഥിരം കാണുന്നതാണ്. മീശക്കാരി എന്ന് പറയുന്ന പുലിയും ആളുടെ മകനുമാണ് കേട്ടോ. അപ്പം നമ്മൾ നോർമലി നോക്കിയ സമയത്ത് ഈ ഒരു സീൻ മാത്രമാണ് കണ്ടത്. ഒരു ലെപ്പേഡിന് ആൾ നല്ല ഉറക്കത്തിലാണ്. പക്ഷേ മേളിലിരിക്കുന്ന ആൾ കുറച്ച് ഹൈഡഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റിയില്ല. എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാലും ആ ലെപ്പേഡിനെ കാണുന്നത് കേട്ടോ. അത് നമുക്ക് വാല് മാത്രമേ കിട്ടിയുള്ളൂ. കാര്യം അങ്ങനെ ഒരാളവിടെ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്ത് വെച്ചത് ഈ ഒരു പുലിയെയാണ്. എന്താണേലും ആഗ്രഹം പോലെ മരത്തിന് മുകളിലിരിക്കുന്നൊരു ലെപ്പേഡിനെ ലൈഫിൽ ആദ്യമായിട്ട് കാണാൻ സാധിച്ചു. നമ്മൾ ആദ്യം കണ്ടത് ജസ്റ്റ് മരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരു സീനാണെങ്കിൽ ഇപ്പോൾ മരത്തിൽ ഇരുന്ന് ഉറങ്ങുന്ന നല്ലൊരു സീൻ നമുക്ക് കിട്ടിയേ. എന്താ ഉറക്കമല്ലേ, ഇത് ഭംഗിയുള്ള കാഴ്ചയല്ലേ. ഒരു കൂട്ടം ബീറ്റേഴ്സ് മണ്ണ് ബാത്ത് ചെയ്യുന്നുണ്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ തൂവലുകൾക്കിടയിൽ എന്തെങ്കിലും ബാക്ടീരിയകളോ അല്ലെങ്കിൽ അണുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ.
ഞങ്ങളുടെ ഒപ്പമുള്ള 2 ഫ്രണ്ട്സ് അവർ രണ്ടാമത്തെ തവണയാണ് കാടിനുള്ളിലേക്ക് വരുന്നത്. അവർ ഭയങ്കര ലക്കിയാണ് കേട്ടോ. കരടി, പുലി, ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നതല്ലേ. ഞാനും ഭയങ്കര സന്തോഷത്തിലാണ്. കാര്യം ആദ്യമായിട്ടാണ് മരത്തിന് മുകളിൽ ഇരുന്ന് പുലിയെ കാണാൻ സാധിക്കുന്നത്. എന്താണേലും അത് കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ ആഗ്രഹം ഇന്ന് സാധിച്ചിട്ടുണ്ട്. സോ നമ്മളിനി കടുവയെ തേടി പോവുകയാണേ. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഭയങ്കര ആത്മാർത്ഥതകളാണ് കേട്ടോ. എങ്ങനെയും ഒരു കടുവയെ തപ്പിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ആൾ. അപ്പോഴാണ് കേട്ടോ അതാ നമ്മുടെ മുമ്പിലേക്ക് വീണ്ടും ഒരു ആനക്കൂട്ടം വന്നത്. ഒരു കുഞ്ഞു കുട്ടിയുണ്ട്, വീണ്ടും ഒരു കുട്ടിയുണ്ട്. വലിയൊരാണ് വീണ്ടുണ്ട്. ഒരു വലിയ കൂട്ടമാണ്. ഒരു കുഞ്ഞു കൊമ്പനുണ്ട്, ഒരു കുഞ്ഞു കുട്ടിയുണ്ട്, വീണ്ടും ഒരു കുട്ടിയുണ്ട്. വലിയൊരാണ് വീണ്ടും നിൽപ്പുണ്ട്. പിന്നെ പുറത്തോട്ട് മാറി വേറെ ആനയുണ്ട് കേട്ടോ. എൻ്റെ വരവുണ്ടോ. ഈ നിൽക്കുന്ന ഒരു കുട്ടിക്കൊമ്പനുണ്ടല്ലോ, ഞാൻ കുറച്ച് ബെടക്കാണ് കേട്ടോ. അതിൻ്റെ കാരണം എന്നാന്ന് പിന്നാലെ പറയാതെ. അപ്പോൾ അതാ എല്ലാവരും വളരെ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവനൊരു സോക്കേട്. ഈ അഴുക്കച്ചക്കൻ തന്തേക്കാൾ മോശം എന്ന് പറയുന്ന പോലെ വെറുതെ നിന്ന് ഒരു ആനയ്ക്കോട്ട് പോയി കുത്തിയിട്ട് വന്നിരിക്കുന്നു. എന്നിട്ട് പറ്റി ഇതാ പോവാണ് ആള്. അയ്യോ കൊള്ളാം. എന്താണേലും വല്ലാത്തൊരു കാഴ്ചയായി പോയി കേട്ടോ. നമുക്ക് ചുറ്റും ആന കേട്ടോ. അതേ ഇവിടെ ഉണ്ട് ആന, ഉണ്ടോ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കിയതേ ഒരുത്തം പോകുന്നു. കൊമ്പത്ത് വണ്ടിയോട് ചേർന്നാണ് കേട്ടോ, ഇങ്ങനെ കിട്ടത്തുള്ളൂ. അങ്ങനെ ഞാൻ പോകുന്നു. ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇതാണ്ട് ഇവിടെ അടുത്താണ്. സമയം സന്ധ്യയാകാറായി തുടങ്ങിയതുകൊണ്ട് തന്നെ ആനക്കൂട്ടങ്ങളൊക്കെ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങി. ഇപ്പം തന്നെ നമ്മളൊരു 10-30 ആനയെങ്കിലും കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആനകളാണ്. അങ്ങേ സൈഡിലും ഇങ്ങേ സൈഡിലും ഒക്കെ ആയിട്ട് ആനകൾ മാറിയിരിക്കുന്ന നിൽപ്പുണ്ട് കേട്ടോ. സോ കുറച്ചുകൂടെ കഴിയുമ്പം ഇതിലും കൂടുതൽ ആനകൾ വരും. നമുക്ക് റോഡ് സൈഡിലൊക്കെ തന്നെ നമുക്ക് സന്ധ്യ ആയി കഴിഞ്ഞാൽ ആനകളെ കാണാൻ സാധിക്കും. നോക്കി എത്ര ആനകളുണ്ടെന്ന്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് മാറി നിൽക്കുകയാണ്. മൂന്നെണ്ണം വരിവരിയായിട്ടാണ് രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ 4 മണിക്കൂറുള്ള സഫാരി ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കധികം സമയമില്ല. സോ പെട്ടെന്നൊന്ന് ചുറ്റിയടിച്ച് പുറത്തേക്ക് പോകാമെന്നാണ് ഡ്രൈവർ ഏട്ടൻ പറഞ്ഞത്. സോ നമുക്ക് കടുവയെ കാണാൻ പറ്റുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. എന്താണേലും കുറേയധികം കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു കേട്ടോ. കുറേ വാട്ടർ ബോഡീസിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്തു, പക്ഷേ കടുവയെ കണ്ടില്ല. ചില കാര്യങ്ങൾ നമ്മൾ എത്രമാത്രം ആഗ്രഹിച്ചാലും അത് നമുക്ക് വന്നു ഭവിക്കുക, അല്ലെങ്കിൽ നമുക്കത് ലഭിക്കുക എന്നുള്ളത് സത്യമാണ് കേട്ടോ. കടുവയെ കാണാൻ ഭയങ്കര ആഗ്രഹത്തോടെ വന്നതാണ്. അതാണ്ട് അവസാന നിമിഷം വേറൊരിടത്തും കൂടെ പോയി നോക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ ഡ്രൈവർ വന്നതാണ്. അതാണ്ട് അവിടെ ആൾ കിടപ്പുണ്ട് കേട്ടോ. കരടിമേൽ എന്ന് പറയുന്ന കടുവയാണ്. ഇപ്പം ബന്ദിപ്പൂരിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫേമസ് ആയി നിൽക്കുന്ന ഒരു കടുവയാണ് കേട്ടോ കരടിമേൽ. കരടിയെ കൊന്നതിൻ്റെ പേരിലാണ് പുള്ളിക്ക് കരടിമേൽ എന്നുള്ള പേരൊക്കെ കിട്ടിയിരിക്കുന്നത്. നല്ലൊരു ഭാഗം ടെറിട്ടറി പുള്ളി കൈയടക്കി വെച്ചേക്കുവാണ്. നല്ല വലുപ്പമാണ് പുള്ളിയുടെ ടെറിട്ടറിക്ക്. എന്താണേലും കുറച്ച് ദിവസങ്ങളായിട്ട് ആളെ കാണാനില്ലായിരുന്നു. ഈ ഒരു യാത്രയിൽ നമുക്ക് എന്തൊക്കെ കിട്ടിയല്ലേ. കരടിയായി, 2 തവണ പുലിയെ കിട്ടിയതാ, അവസാനം കടുവയും കിട്ടിയിട്ടുണ്ട്. എന്താണേലും അടിപൊളിയൊരു യാത്ര.
ഓൾമോസ്റ്റ് നമ്മുടെ ടൈം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും വണ്ടികളൊക്കെ വെയിറ്റ് ചെയ്യുകയാണ്. ഇനി വലിയ താമസമില്ലാതെ പോകും കേട്ടോ. ഓൾറെഡി ഡ്രൈവർ പറഞ്ഞു തുടങ്ങി ടൈം പോയി. പക്ഷെ നമുക്ക് എല്ലാ വണ്ടികളും ഇറങ്ങുന്നതിന് ഒരു കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാൻ പറ്റും. കാര്യം നമുക്കങ്ങ് സഫാരി പോയിൻ്റ് വരെ തിരിച്ചു പോകണ്ട. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ കാട് കയറി വന്നു കേട്ടോ. എന്താണേലും അവസാന നിമിഷമാണേലും നമുക്ക് നല്ല രീതിയിൽ ആ ഒരു സൈറ്റിങ് കൂടെ കിട്ടിയതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. ആള് പതിയെ കയറി പോവാണ്. ഓ എന്താ കാഴ്ചയല്ലേ. ശരിക്കും പറഞ്ഞാൽ കാടൊരു അത്ഭുത ലോകം തന്നെയാണ് കേട്ടോ. നമ്മൾ കാണാൻ ആഗ്രഹിച്ച് ചെല്ലുന്ന സാധനങ്ങൾ ഒരു പക്ഷേ ആദ്യമൊന്നും നമുക്ക് കാണാൻ കിട്ടിയില്ല എന്ന് വരും. പിന്നീട് എപ്പോഴാണേലും നമുക്ക് ആ ഒരു കാഴ്ച കിട്ടുമെന്നുള്ളതാണ്. ബന്ദിപ്പൂരിൽ എനിക്ക് തോന്നുന്നു 2ാമത്തെ തവണ വന്നപ്പോഴാണ് ടൈഗറിനെ ആദ്യമായിട്ട് കാണാൻ സാധിച്ചത്. ഇപ്പോൾ അടുത്ത ട്രിപ്പിൽ നമുക്ക് ടൈഗറിനെ കണ്ടു കേട്ടോ. ആദ്യത്തെ തവണ നമ്മൾ സുന്ദരി എന്ന് പറയുന്ന കടുവ തൊട്ടടുത്തൂടെ നടന്നു പോകുമായിരുന്നു ചെയ്തത്. ഇതിപ്പോൾ കുറച്ച് ലോങ്ങിലാണ്, എന്നാൽ പോലും നല്ല രീതിയിൽ നമുക്ക് കാണാനും വിഷ്വലെടുക്കാനൊക്കെ പറ്റി. അടുത്ത അവധിയെ കാടിനുള്ളിലേക്ക് പോവുകയാണ്. ഓൾമോസ്റ്റ് വണ്ടികളെല്ലാം പോയി കേട്ടോ. ഇനി നമ്മുടെ വണ്ടിയും കൂടെ ഉള്ളൂ. എന്താണേലും കൊള്ളാം കേട്ടോ. അപ്പോൾ ഇനിയും നമ്മളും പതി തിരിച്ചു പോവുകയാണ്, നിൽക്കുന്നില്ല. കടുവ പതി കാട് കയറുകയാണ്. നമ്മൾ സഫാരിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഇതാ സഫാരി റൂട്ടിൽ കൂടെ ഒരു ആന പോകുന്നുണ്ട്. റോഡിൽ നിന്നല്ല നമ്മുടെ സ്റ്റേയുടെ ആ ഒരു പ്രിമൈസസിൽ നിന്ന് ഉണ്ടോ ആൾക്കാർ ആനയെ കാണുന്നതാണ്. ഒരു കുട്ടിയാനയുണ്ട് കേട്ടോ. ഇതാണ്ടേ ഇവരാണ് കേട്ടോ നമ്മളോട് കൂടെ ഇന്ന് സഫാരിക്കും സ്റ്റേക്കും ഒക്കെ ആയിട്ട് ഒപ്പമുള്ളവരെ. അപ്പോൾ വൈകുന്നേരം നമ്മൾ പതിയെ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് പോവുകയാണ്. അകത്ത് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പറ്റും, പക്ഷേ നമ്മൾ പുറത്ത് പോയി കഴിക്കുകയാണ്. നമുക്ക് സഫാരി പോയിൻറ്റിൻ്റെ കുറച്ചപ്പുറമായിട്ടൊരു മലയാളി ഹോട്ടലുണ്ട്. നമ്മൾ എല്ലാ തവണ വരുമ്പോൾ അവിടെ പോയാണ് ഫുഡ് കഴിക്കാറുള്ളത്. അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ്ടേ പോകുന്ന വഴി നമുക്ക് വീണ്ടും കരടിയെ കാണാൻ സാധിച്ചേ. പുള്ളി സന്ധ്യസമയത്തും തീറ്റയൊക്കെ തേടി അങ്ങനെ നടക്കുവാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ 3ാമത്തെ കരടിയാണ് കാണുന്നത്. ഇന്നെന്താണേലും നല്ല ലക്കുള്ളൊരു ദിവസം തന്നെയായിരുന്നു. നമുക്ക് 2ലധികം പുലികളെ കാണാൻ സാധിച്ചു, കടുവയെ കാണാൻ സാധിച്ചതാ 3ാമത്തെ കരടി. രക്ഷയില്ല കേട്ടോ. എന്തായാലും നമ്മൾ വന്ന സമയം അടിപൊളിയാണ് കേട്ടോ. എന്താണേലും നമ്മളിതാ പതിയെ പോയി കഴിച്ചിട്ടൊക്കെ വരാവേ. നമ്മുടെ റൂമിൻ്റെ മുമ്പിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. മാനങ്ങളെല്ലാം നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിലാണ് തമ്പടിച്ചിട്ടുള്ളത്. ഇതുണ്ടോ അലാങ്കോള് കേൾക്കുന്നുണ്ടോ? പുലി പ്രൈമസസിൽ കയറിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ കണ്ണ് കാണുന്ന മൊത്തം മാനുകളാണ്. എന്തെങ്കിലും മാനുകളുണ്ടെന്ന് നോക്കി. ഇതിനകത്ത് മീശക്കാരി പുലി എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ളൊരു ലെപ്പേഡുണ്ട്, അതിൻ്റെ കുട്ടിയുണ്ട്. ഗാനം കേൾക്കുന്ന കേട്ടോ. രാത്രി നമുക്ക് സൈറ്റിംഗ് ഒന്നും ഉണ്ടായില്ല. സോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെക്കൗട്ട് ചെയ്യുകയാണേ. അപ്പോൾ നമ്മളിതാ ഇവിടെയാണ് ഇന്നലെ സ്റ്റേ ചെയ്തത്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേ ബുക്ക് ചെയ്യണമെങ്കിൽ ബന്ദിപ്പൂരിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി സ്റ്റേകൾ ബുക്ക് ചെയ്യാനാണ് കേട്ടോ. അപ്പം ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ ദിസ് ഇസ് വാണ്ടർലസ്റ്റിംഗ് സൈനിങ് ഓഫ്.